നമ്മൾ ദൈവശബ്ദത്തിന് കീഴ്പ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം. ഈ അധ്യായത്തിൽ ആദ്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് അന്യജാതിക്കാരുടെ മേൽ വരുന്നത്. അപ്പോസ്തല 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാ അമാലിയ മുറിയിൽ യഹൂദരുടെ മേലാണ് വന്നത്. മനുഷ്യരുടെ സ്വഭാവമാണ് ഭിന്നത, കാസ്റ്റ്, ക്രീഡ്, കളർ, നിറം, പണം. ഈ അധ്യായത്തിൽ യേശു ക്രിസ്തു ആ ഭിന്നത പൊട്ടിച്ച് 2 ജാതികളെ ഒന്നിച്ചാക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചു ഉയർന്നിട്ട് 30 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് അറിയപ്പെട്ട ലോകത്തിൽ സുവിശേഷം പരന്നു കഴിഞ്ഞു. പക്ഷെ അന്നത്തെ സഭയുടെ തീഷ്ണതയും എരിവായിരുന്നു. പക്ഷെ ഇന്ന് 2000 വർഷത്തിന് മേളിലായി, എന്നാലും ഇന്ത്യയിൽ 4 ലക്ഷം ഗ്രാമത്തോളം സുവിശേഷം അറിഞ്ഞിട്ടില്ല. അത് ഇന്നത്തെ സഭയുടെ ഭിന്നതയും ഐക്യത കുറവാണ്. 10-ാം അധ്യായത്തിൽ നമുക്ക് കൈസരയിൽ പാർക്കുന്ന കൊർന്നേലിയോസ് റോമൻ ഓഫീസർ ആയിരുന്നു. അന്യജാതി ആയിരുന്നെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തോട് ആരുമായ ബന്ധമുണ്ടായിരുന്നു. 1-ാം വാക്യത്തിൽ ഭക്തനും സകല ഗ്രഹത്തോടെ ദൈവത്തെ ഭയപ്പെട്ട് ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും പ്രാർത്ഥിച്ചു. അറിഞ്ഞ ആ വെളിച്ചത്തിൽ ദൈവത്തെ സേവിച്ചു. പക്ഷെ സുവിശേഷം ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും ദൈവം കൊർന്നേലിയോസിനെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ഭക്തനാണെങ്കിലും ദൈവത്തിന് മുമ്പാകെ നമ്മൾ എപ്പോഴും കുറവുള്ളവരാണ്. ജെറമ്യാ 29:13-14 യു വിൽ സീക്ക് ഫോർ മീ ആൻഡ് ഫൈൻഡ് മീ വെൻ യു സെർച്ച് ഫോർ മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്. എന്നുവെച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കണ്ടെത്തും. നബീൽ ഖുറേഷി എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ഇപ്പം മരിച്ചുപോയി. അയാൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ സത്യ ദൈവത്തെ കണ്ടെത്തി. അയാളുടെ ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കാണ് സീക്കിംഗ് അല്ലാ ഫൈൻഡിങ് ജീസസ്. ഇവിടെ 9-10 വാക്യത്തിൽ ദൈവം കൊർന്നേലിയോസിനും അതേസമയം പത്രോസിനും ദർശനം കൊടുക്കുന്നു. പത്രോസ് 12-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഒത്തിരി വിശന്നു. അപ്പോൾ ആത്മവിവശനായി. അപ്പം സ്വർഗം തുറക്കുന്നതും മേളിൽ നിന്നൊരു ഷീറ്റ് ഇങ്ങനെ വരുന്നതും അതിൻ്റെ 4 കോർണേഴ്സിലും കെട്ടിവെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാവിധ ജീവജന്തുക്കളും എരയുന്ന ജന്തുക്കളും ശുദ്ധ അശുദ്ധ മൃഗങ്ങളും എല്ലാം ഉണ്ട്. ഒരു ശബ്ദം പത്രോസ് കേട്ടു, എഴുന്നേറ്റ് തിന്നാൻ. 3 പ്രാവശ്യം ഈ ശബ്ദം കേട്ടു. പക്ഷെ പത്രോസ് ഇല്ല കർത്താവേ, നോ ലോഡ് എന്നാ പറഞ്ഞ, എസ് പറയന്റെ പകരം. അപ്പോൾ പത്രോസ് പിന്നെ ഒരു ശബ്ദം കേട്ടു, ദൈവം ശുദ്ധീകരിച്ചാണ്, മനുഷ്യൻ അശുദ്ധമായി കണക്കരുത്. പത്രോസ് രക്ഷിക്കപ്പെട്ടതായിരുന്നു. പരിശുദ്ധാത്മ നിറവുണ്ടായിരുന്നു. ശക്തമായി ദൈവം ഉപയോഗിച്ചെങ്കിലും പത്രോസ് ഇപ്പോഴും പത്രോസ് തന്നെ ആയിരുന്നു. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടല്ല ദൈവം നമ്മളെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആയിരിക്കണം. ദൈവശബ്ദത്തിന് കീഴ്പ്പെടണം. ഇവിടെ പത്രോസ് ഈ ദർശനം എന്തുവാന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പത്രോസിന്റെ വീട്ടിൽ, കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് 3 ആൾക്കാർ വന്നു. അപ്പോൾ ദൈവ ആത്മാ പത്രോസ് പറഞ്ഞു, ഇവർ അന്യജാതിക്കാരാണ്, ദൈവം അയച്ചതാണ്. ഉടൻ തന്നെ പത്രോസ് അവിടെ കൂടെ ഈ പാരമ്പര്യം എല്ലാം മാറ്റിവെച്ച് ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പോയി. പത്രോസ് വന്നപ്പോൾ തന്നെ കൊർന്നേലിയോസ് പത്രോസിന്റെ കാൽക്കീഴിൽ അങ്ങ് വീണ് വർഷിപ്പ് ചെയ്തു. സ്പെഷ്യൽ മാൻ ഓഫ് ഗോഡ് ആണെന്ന് വിചാരിച്ച് ഉടൻ പത്രോസ് കറക്റ്റ് ചെയ്തു, ഞാനും ഒരു മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിലും ആൾ ദൈവങ്ങളുണ്ട്. നമ്മൾ ദൈവത്തിനാണ് എല്ലാ മഹത്വവും കൊടുക്കേണ്ടത്. അങ്ങനെ പത്രോസ് വലിയ പ്രസംഗമൊന്നും അവിടെ ചെയ്തില്ല. ഒരു സിമ്പിൾ ഗോസ്പൽ. ദൈവത്തിന് മുഖപക്ഷമില്ല. യേശു പാപികളായ നമ്മെ രക്ഷിപ്പാൻ ഈ ഭൂവിൽ വന്നു. യേശു മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളെല്ലാം അതിന് സാക്ഷികളാണ്. നമ്മുടെ പാപത്തിന് യേശു പ്രായശ്ചിത്തം ചെയ്തു. യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും പാപമോചനം ലഭിക്കും. ഇത് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഇരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാ വന്നു. അവരെല്ലാം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു. അപ്പം പത്രോസ് അവരോടെല്ലാം സ്നാനപ്പെടാൻ ആഹ്വാനം ചെയ്തു. യഹൂദനില്ല, യവനനില്ല, പരിച്ഛേദനക്കാരില്ല, എല്ലാവരും സ്നേഹത്തോടെ കൂട്ടായ്മ ആചരിച്ചു. നമ്മൾ ദൈവശബ്ദത്തിന് കീഴ്പ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല രൂപാന്തരം വരുന്നത്, നമ്മൾ അനേകരെ കൂടെ ദൈവത്തിലേക്ക് യഥായപ്പെടുത്താൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.